ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതിയിലെ 5ാമത്തെ ഭാഗമാണ്. അതായത് ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ എന്ന ഭാഗം, ത്രികോണവും വൃത്തവും എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. അതിലെ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് 60 ഡിഗ്രി. പിന്നെ നമുക്ക് വൃത്തം എന്ന് പറയുമ്പം അതിനകത്ത് എത്ര ആരം വരച്ചാലും റേഡിയസ് വരച്ചാലും അതിൻ്റെ ലെങ്ത് സെയിം ആണ്. അപ്പോൾ ഇതൊരു റേഡിയസ് ആണല്ലോ, ഇതും ഒരു റേഡിയസ് ആണ്. അത് രണ്ടും ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളാണല്ലോ, ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആണ്. അപ്പോൾ ഇതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും, ഏത് ടൈപ്പ് ത്രികോണം ആണ് ഇത്? ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് നമുക്ക് ഏത് ചോദ്യത്തിലും വരാവുന്നതാണ്. ഈ ചാപ്റ്ററിൽ മാത്രമല്ല, നമ്മൾ പഠിച്ച 2ാമത്തെ ചാപ്റ്ററിലും ഇത് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ത്രികോണത്തിന്റെ, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അതൊരു സമപാർശ്വ ത്രികോണമാണ്, അഥവാ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? തുല്യമായ രണ്ട് വശങ്ങളുണ്ട്. അതായത് ഇതും ഒരു ആരമാണ്, ഇതും ഒരു ആരമാണ്. രണ്ട് റേഡിയസ് ഉണ്ട്. റേഡിയസിന്റെ ലെങ്ത് മാറുന്നില്ല. അപ്പൊ ആ തുല്യമായ വശങ്ങൾക്ക് എതിരെ കിടക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഈ വശത്തിനെതിരെ കിടക്കുന്ന ഈ കോണും ഇതിനെതിരെ കിടക്കുന്ന ഈ കോണും തുല്യമായിരിക്കും. അപ്പൊ എന്തെഴുതാം? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. പിന്നെ ഈ കോണ് 60 ഡിഗ്രി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് കോണും നമുക്കറിയാവുന്ന എന്താണ്? ഒരു ത്രികോണത്തിലെ 3 കോണിന്റെയും കൂടെ അളവുകളുടെ തുക 180 ആണ്. ഈ താഴത്തെ രണ്ട് കോണുകൾ തുല്യമാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എത്ര വീതമേ വരത്തുള്ളൂ? 3 കൂടെ 180 ആണ്. 180 നിന്ന് 60 പോകുമ്പോൾ 120 വരും. ആ 120 ആണ് ഈ രണ്ട് കോണുകളും കൂടെ ഭാഗിച്ചെടുക്കുന്നത്, തുല്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓരോന്നും 60 അല്ലേ? അപ്പോൾ ഈ 3 കോണുകളും തുല്യമല്ലേ? അപ്പോൾ ഇത് എന്തൊരു ത്രികോണമാണ്? സമഭുജ ത്രികോണം അഥവാ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇനി ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ വശങ്ങളും തുല്യമല്ലേ? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ കോഡിന്റെ ലെങ്ത്, ഞാണിന്റെ നീളമാണ്. അപ്പൊ ആരം അഥവാ റേഡിയസ് തന്നാൽ അതേ നീളം തന്നെ ആയിരിക്കുകയല്ലേ ഈ കോഡ് അഥവാ ഞാണിന്റെ നീളവും, അല്ലെ? അപ്പൊ ആരം 5 ആണെങ്കിൽ ഈ കോഡിന്റെ നീളം എത്രയായിരിക്കും? 5 തന്നെ ആയിരിക്കും. കാരണം ഇവിടെ കോണിന്റെ അളവ് 60 ആണ്. 60 വരുമ്പോൾ ഇതെന്ത് ത്രികോണമായി മാറി? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം ആയി മാറി. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ ഞാണിന്റെ നീളവും 3 തന്നെ ആയിരിക്കും. ഇനി ഇവിടെ 60 അല്ല, 60ന് പകരം വേറൊരു അളവ് തന്നു എന്ന് വിചാരിക്കാം. ഇനി ഈ കോണിന്റെ അളവ് 120 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അപ്പൊ 120 ഡിഗ്രിയാണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പൊ ഈ കോണിന്റെ അളവ് എത്ര ആയിരിക്കും? അല്ലെങ്കിൽ ഈ കോണിന്റെ അളവ് എത്ര ആയിരിക്കും? 3 കോണും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ 180 ആണ്. അതിൽ 120 ഇവിടെ പോയി. പിന്നെ ബാക്കി എത്ര വരും? 180ൽ നിന്ന് 120 പോയാൽ 60 ആണ്. അപ്പോൾ ബാക്കി 30 വെച്ച് വരും. അതായത് ഈ കോണും 30, ഇതും 30 ആണല്ലോ. ഇനി ഇവിടെ നമുക്കും ഞാണിന്റെ നീളമാണ് വേണ്ടത്. ഞാൻ അഥവാ കോഡിന്റെ നീളമാണ് വേണ്ടത്. അതിന് നമുക്ക് റേഷ്യോ നമ്മൾ ഒരെണ്ണം പഠിച്ചതാണ്. അത് ഏത് ട്രയാങ്കിളിലെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിളിലെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു ലംബം വരച്ചാൽ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതും നമ്മൾ പഠിച്ചതാണ്, 9ാം ക്ലാസ്സിലും പഠിച്ചതാണ്. എന്താണ്? കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് ഒരു ലംബം വരച്ചാൽ അത് ഞാണിനെ സമഭാഗം ചെയ്യുന്നു. ഒരു പെർപെൻഡിക്കുലർ സെൻട്രൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുമ്പോൾ അത് ആ കോഡിനെ ബൈസെക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ആ പോയിന്റ് കൂടെ നമുക്ക് എഴുതാം. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു എ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു. അപ്പോൾ അതായത് ഇത് കറക്റ്റ് മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകും, മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകും, അല്ലെ? ഇനി നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലെ, ഒരു മട്ടത്രികോണം അല്ലെ? ഈ കോണിനെയും ഈ ലംബം സമഭാഗം ചെയ്യുന്നു. അപ്പൊ ആ ഒരു പോയിന്റും കൂടെ എഴുതാമല്ലോ. ഇറ്റ് ബൈസെക്ട്സ് ദ സെൻട്രൽ ആംഗിൾ ഓൾസോ.
ആ ലംബം കേന്ദ്രകോണിനെയും സമഭാഗം ചെയ്യുന്നു. അപ്പൊ ഇത് ആകെ 120 അല്ലെ. അപ്പൊ ഓരോന്നും എത്ര വീതം വരും? 60 വെച്ച് വരും. അപ്പൊ ഇതിവിടെ നമുക്ക് ആ റേഷ്യോ ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞു ഇത് മുഴുവനും കൂടെ 120. അപ്പൊ ഈ ഓരോ കോണും 30 വെച്ച് വരും. ഇത് മട്ടത്രികോണമാണ്. അപ്പൊ ഇത് സമഭാഗം ചെയ്യുന്നുണ്ട്, ബൈസെക്ട് ചെയ്യുന്നുണ്ട്, 60 വരും. അപ്പൊ ഏത് റേഷ്യോ നമ്മൾ എടുക്കേണ്ടത്? 30, 60, 90 എന്ന മട്ടത്രികോണത്തില് അതിന്റെ എതിരെ വരുന്ന വശങ്ങളുടെ നീളം 1:√3:2 ആയിരിക്കും. അപ്പൊ 90ന്റെ എതിരെയുള്ള ആരം 2 സെന്റിമീറ്റർ തന്നാൽ ഈ വശം ഇത്രയും മാത്രം എത്ര വരും? അത് 60ന്റെ നേരെ എതിർവശത്തല്ലേ, അത് √3 വരും അല്ലെ. പിന്നെ ഇത് കറക്റ്റ് മധ്യബിന്ദുവിൽ കൂടെ മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഇതും √3 അല്ലേ. അപ്പൊ ടോട്ടൽ ഞാണിന്റെ നീളം എത്ര വരും? അല്ലെ കോഡിന്റെ നീളം 2√3 എന്ന് വരും. എത്ര? ആരം 2 ആണെങ്കിൽ, റേഡിയസ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ കോഡിന്റെ ലെങ്ത് 2√3 വരും. മനസ്സിലായോ? ഇനി ഇവിടെ 120 അല്ല, അതായത് ഇങ്ങനെ റേഷ്യോ എടുക്കാൻ പറ്റാത്ത ഒരു ആംഗിൾ ആണ്. ഇനി ഈ ത്രികോണം നോക്കിക്കേ, ഇത് നേരത്തെ പോലെ 60 ഡിഗ്രി അല്ല. 60 ഡിഗ്രി ആയിരുന്നെങ്കിൽ നമുക്ക് സമഭുജ ത്രികോണം അതോ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടിയേനെ. 120 ആയിരുന്നെങ്കിൽ നമുക്ക് ആ റേഷ്യോ കൊടുക്കായിരുന്നു, ആ അംശബന്ധം വെച്ചിട്ട് നമുക്ക് കൊടുക്കായിരുന്നു. പക്ഷെ ഇവിടെ അത് രണ്ടും അല്ല. അപ്പൊ ഇവിടെ 100 വന്നു. അപ്പൊ 100 വരുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ലംബമാണ് വരയ്ക്കുന്നത്. ലംബം വരച്ചിട്ട് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ലംബം വരച്ചു. നമുക്കറിയാം ഇത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സമഭാഗം ചെയ്യുന്നു, കോണിനെയും സമഭാഗം ചെയ്യുന്നു. അപ്പൊ ഓരോ കോണും എത്ര വന്നു? 50 വെച്ച് വന്നു അല്ലെ. ഇനി നോക്കിക്കാൻ, നമുക്ക് ഇവിടെ റേഡിയസ് അല്ലെ ആരം 2.5 എന്ന് തന്നിട്ടുണ്ട്. 2.5 സെന്റിമീറ്റർ ആണ് ആരം അഥവാ റേഡിയസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതൊരു മട്ടത്രികോണമാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആ ഈ 50 എന്ന് പറയും, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഞാണിന്റെ നീളം. നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിൾ മാത്രം എടുക്കുക, അതായത് ഇപ്പുറത്തെ എടുക്കരുത്. അപ്പൊ ഈ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാണിന്റെ ഒരു ഭാഗമല്ലേ, പകുതിയല്ലേ. ഞാണിന്റെ പകുതി അഥവാ കോഡിന്റെ പകുതിയാണ്. അപ്പോൾ ഈ 50ന്റെ എതിർവശത്തല്ലേ കിടക്കുന്നത്, എതിർവശം. അപ്പൊ അന്നേരം ഓർത്തോണം എന്താ എടുക്കേണ്ടത്? സൈൻ ആണ് എടുക്കേണ്ടത്. സൈൻ 50 ആണ് എടുക്കേണ്ടത്. സൈൻ 50 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്, ആരുടെ ഓപ്പോസിറ്റ്? 50ന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. സൈൻ 50 എന്ന് പറഞ്ഞാൽ എന്താ? എതിർവശം ബൈ കർണം. 50 ഡിഗ്രിയുടെ എതിർവശം ബൈ കർണമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഇനി സൈൻ 50ന്റെ വില നോക്കാനും നമ്മൾ പഠിച്ചല്ലോ. ഇനി എതിർവശം ആരാണ്? എതിർവശമാണ് നമുക്ക് ഈ ഞാണിന്റെ ഒരു ഭാഗം അല്ലെ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് തമ്മിൽ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എത്രയാ തന്നിരിക്കുന്നത്? 2.5 ആണ് അല്ലെ. അപ്പൊ ആ 2.5നെ സൈൻ 50 കൊണ്ട് ഗുണിച്ചാൽ പോരെ അല്ലെ. ഇപ്പൊ എത്രയവേ കിട്ടിയുള്ളൂ? ഈ പകുതി മാത്രമേ കിട്ടിയുള്ളൂ. നമുക്ക് ആ ഞാണിന്റെ നീളം വേണം, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി കോഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് ദി കോഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടിയാണല്ലോ അല്ലെ. അപ്പൊ 2 ഗുണം 2.5 ഇൻറ്റു സൈൻ 50 എന്ന് എഴുതാവല്ലോ അല്ലെ. കർണം ഇവിടെ എത്രയാണ്? കർണം 2.5 ആണ്. അപ്പൊ നമുക്ക് എതിർവശം കാണാനായിട്ട് എന്തിനെ? ഈ കർണത്തിന് സൈൻ 50 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. അതായത് 2.5നെ സൈൻ 50 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി എതിർവശം എന്ന് പറയുന്നത് ഈ ഞാണിന്റെ പകുതിയെ വരുന്നുള്ളൂ. അപ്പൊ ഞാണിന്റെ നീളം കാണാൻ എന്ത് കാണണം? ഞാണിന്റെ നീളം സമം അതിന്റെ ഇരട്ടി കണ്ടാൽ പോരെ. ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുക. 2 ഇൻറ്റു 2.5 ഇൻറ്റു സൈൻ 50. ഈ 2 ഗുണം 2.5 എന്ന് പറയുന്നത് 5 അല്ലേ. 2.5ന്റെ ഇരട്ടി, 2.5യുടെ ഇരട്ടി, അത് 5. 5 ഗുണം സൈൻ 50 എന്ന് എഴുതാവല്ലോ ഇതിനെ. 5 ഗുണം സൈൻ 50. ഇനി സൈൻ 50ന്റെ വില എത്രയാ? 50ന്റെ നേരെ ഒന്നാമത്തെ കോളത്തിലാണ് സൈൻ്റെ വില കിടക്കുന്നത്. 0.766 എന്ന് കണ്ടല്ലോ. അപ്പൊ 5 ഗുണം 0.766 ചെയ്താൽ മതിയല്ലോ. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ഞാണിന്റെ നീളം കിട്ടും. അപ്പൊ അതെങ്ങനെ ഗുണിക്കുന്നത്? 0.766നെ 5 കൊണ്ട് ഗുണിക്കുക. 6 ഗുണം 5 30, 30 3 33 3, 35 3 38,
0 ഗുണം 5 0 പ്ലസ് 3 3. അപ്പോൾ എന്ത് കിട്ടി? 3.83 എന്ന് കിട്ടിയല്ലോ, സെന്റിമീറ്റർ എന്ന് കിട്ടിയില്ലേ? 3.83 സെന്റിമീറ്റർ ആണ് എന്ത്? ഞാണിന്റെ നീളം. അപ്പോൾ ഏത് കോൺ വന്നാലും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാമല്ലോ. ഞാണിന്റെ നീളം കാണാൻ വേണ്ടിയിട്ട് ആരവും കേന്ദ്രകോണിന്റെ എത്രയാണോ അതും കൂടെ അറിഞ്ഞാൽ മതിയല്ലോ. ഇനി നമ്മുടെ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, അതായത് കേന്ദ്രകോണല്ല, വൃത്തത്തിലെ ഒരു കോണാണ് 50 ഡിഗ്രി തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കേന്ദ്രകോൺ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? കേന്ദ്രകോൺ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി, അത് ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതിൻ്റെ ഇരട്ടി 100 വരും. ഇനി ആ 100ന്റെ ഇവിടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഒരു ലംബം വരച്ച് ഇതേപോലെ തന്നെ ചെയ്യുക അല്ലേ. അപ്പം നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടുമല്ലോ. റേഡിയസ് 2.5 തന്നിട്ടും ഉണ്ടാവും. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു കോമൺ ഫോർമുല നമുക്ക് ഉണ്ടാക്കാം. അതായത് ഈ 2.5 എന്ന് പറയുന്നത് ആരമാണ്, റേഡിയസ് ആണ് അല്ലേ. അപ്പൊ റേഡിയസിനെ നമുക്ക് 6 എന്ന് എടുക്കാവല്ലോ. അപ്പൊ 2r സൈൻ ഈ 50 എന്ന് പറയുന്നത് കേന്ദ്രകോണിന്റെ പകുതിയാണ്, കേന്ദ്രകോണിന്റെ പകുതി. അപ്പൊ കേന്ദ്രകോണിനെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ x/2 എന്ന് എഴുതാവല്ലോ. കേന്ദ്രകോണിന്റെ പകുതി. 6 ആരാണ്? 6 റേഡിയസ്, എക്സ് സെൻട്രൽ ആംഗിൾ. R എന്ന് പറയുന്നത് ആരം, എക്സ് എന്ന് പറയുന്നത് കേന്ദ്രകോൺ. അപ്പൊ ഈ ഒരു സമവാക്യം ഒന്ന് ഓർത്തിരുന്നാൽ അത് എന്ത് കാണാനുള്ളതാ? ഞാണിന്റെ നീളം അഥവാ ലെങ്ത് ഓഫ് ദി കോഡ്. ലെങ്ത് ഓഫ് ദി കോഡ് അഥവാ ഞാണിന്റെ നീളം. ഞാണിന്റെ നീളം കാണാനുള്ള സമവാക്യമാണ് 2r സൈൻ x/2. r എന്ന് പറയുന്ന റേഡിയസ് ആണ്, ആരമാണ്, എക്സ് എന്ന് പറയുന്ന കേന്ദ്രമാണ്. അപ്പോൾ നമുക്ക് ഏത് ചോദ്യം കിട്ടിയാലും ഈ ഒരു സമവാക്യത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് 114ലും 115ലും കിടക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഇവിടുത്തെ ഒന്നാമത്തെ ഫിഗർ 30 ഡിഗ്രി വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ അളവാ അല്ലെ. പിന്നെ ഞാണിന്റെ നീളം 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആരമാണ് കണക്കാക്കേണ്ടത്. നമുക്ക് ഞാണിന്റെ നീളവോ ആരവോ ഏത് ചോദിച്ചാലും അതേ സമവാക്യം തന്നെയാണ് എഴുതേണ്ടത്. അതായത് ലെങ്ത് ഓഫ് ദി കോഡ്, ഞാണിന്റെ നീളം സമം 2r സൈൻ x/2. ഓർക്കുന്നുണ്ടല്ലോ, ആറാണ് ആരം. ആ ആരം റേഡിയസ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് പറയുന്നത് കേന്ദ്രകോണാണ്. ഇവിടെ കേന്ദ്രകോൺ അല്ല തന്നിരിക്കുന്നത്. അപ്പൊ കേന്ദ്രകോൺ എത്ര വരും? 60 വരും. കാരണം 30ന്റെ ഇരട്ടി. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് 30. അപ്പൊ x/2 എന്നെ മുഴുവനായിട്ട് നോക്കുമ്പോ എന്താ വരത്തുള്ളൂ? വൃത്തത്തിലെ കോണിന്റെ അളവാണ് വരുന്നത് അല്ലെ. ഇവിടെ ഞാണിന്റെ നീളം എത്രയാണ്? 2 ആണ്. അപ്പൊ 2 സമം 2, 6 അറിയത്തില്ല, 6 കണ്ടുപിടിക്കേണ്ടത്. സൈൻ x/2 എന്ന് പറയുന്നത് എത്രയാണ്? 30. സൈൻ 30 എത്രയാ? സൈൻ 30 ഞാൻ ആ ടേബിൾ വരച്ച് കാണിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ അത് നോക്കുക. അപ്പൊ 2 = 2r × 1/2. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാമല്ലോ. പിന്നെ 6 ഗുണം 1 എന്ന് പറയുന്നത് 6 ആണ്. 6ന്റെ വില എത്ര കിട്ടി? 2. അപ്പൊ ആരം സമം എത്ര കിട്ടി? 2 സെന്റിമീറ്റർ. അഥവാ റേഡിയസ് = 2 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ചോദ്യം നോക്കാം, രണ്ടാമത്തെ ഫിഗർ നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഫിഗർ ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് 135 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഞാൻ ഒരിക്കലും കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകില്ല, കോഡ് സെന്ററിൽ കൂടെ കടന്നു പോകത്തില്ല. കാരണം എന്താ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ 90 കൂടുതലാണ് ഇത് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അറിയാവുന്ന അടുത്ത പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജം ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് വരയ്ക്കുന്നത്? വലിയ ചാപത്തിന്റെ വശത്തിലേക്ക് ഒരു കോൺ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ കിട്ടും. അപ്പോൾ അതിൻ്റെ എതിർകോണുകളുടെ തുക 180 ആണ്. അപ്പോൾ ഇത് 135 ആണെങ്കിൽ ഇവിടെ എത്ര വരും?
180 നിന്ന് 135 കുറയ്ക്കുക. അപ്പോൾ എത്ര വന്നു? 45 വന്നില്ലേ? വന്നല്ലോ. ഇനി നമുക്ക് ഈ സമവാക്യത്തിൽ ഇട്ട് കൊടുക്കാമല്ലോ. ഞാണിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ ഈ ഭാഗം നമ്മൾ നോക്കണം. ഈ 135 എന്നുള്ള ഭാഗം നോക്കണം. നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഞാണിൻ്റെ നീളം 3 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 2r സൈൻ x/2 എത്രയാണ്? 45 ഈക്വൽ ടു 2r സൈൻ 45 എത്ര? 1/√2 അല്ലേ? അപ്പോൾ ആറാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആറിനെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തണം ആണല്ലോ. ഈ √2നെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × √2 ആവും. ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനാവും. ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷനാവും. ആറിൻ്റെ വില എത്ര കിട്ടി? 3√2/2 എന്ന് കിട്ടി. ആരം സമം 3√2/2 സെൻറ്റിമീറ്റർ. അഥവാ റേഡിയസ് ഈക്വൽ ടു 3√2/2 സെൻറ്റിമീറ്റർ. ചോദ്യം ഇതാണ്: 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കുക. വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിലെ കോൺ 80 ഡിഗ്രി ആയിരിക്കുകയും വേണം. വൃത്തത്തിന്റെ ആരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിൻ്റെ 2 അറ്റത്തൂടെയും ആ സർക്കിള് കടന്നു പോകണം. അതായത് ആ 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളത് എന്താണ്? കോഡാണ് അല്ലേ? ആ കോഡിൻ്റെ ഒരു സൈഡിലുള്ള ആർക്കുണ്ടല്ലോ, ആ ആർക്കിലേക്ക് 80 ഡിഗ്രി വരയ്ക്കണം. അങ്ങനാണെങ്കിൽ അതിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു കോഡ് ഞാൻ വരച്ചു. ഇനി 80 ഡിഗ്രി വരണമെങ്കിൽ ആ കോഡ് എവിടെ ഇരിക്കണം? ഇതാണ് 5 സെൻറ്റിമീറ്റർ. 80 ഡിഗ്രി വരണമെങ്കിൽ 80 ഡിഗ്രി ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. കാരണം ആംഗിളിൻ്റെ സെമി സർക്കിൾ 90 ആണ്. അപ്പോൾ സെമി സർക്കിളിൻ്റെ താഴെ വരണം. അപ്പം ഇങ്ങനെ ഇരിക്കണം. 80 ഡിഗ്രി ഇവിടെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് 80 ഡിഗ്രി കിട്ടി. ഇനി ഇതിൻ്റെ റേഡിയസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ആരമല്ലേ കാണേണ്ടത്. നമുക്ക് ഈ ഫോർമുല തന്നെ ഉപയോഗിക്കാമല്ലോ. ഇവിടെ ഞാണിൻ്റെ നീളം അഥവാ കോഡിൻ്റെ ലെങ്ത് എത്രയാണ്? 5 ഈക്വൽ ടു 2. റേഡിയസ് അറിയത്തില്ല, അതാണ് കാണേണ്ടത്. സൈൻ x/2. x/2 അല്ല 80. കേന്ദ്രകോണിൻ്റെ പകുതി. കേന്ദ്രകോണിൻ്റെ പകുതിയാണല്ലോ ഇവിടെ. ഇത് കേന്ദ്രകോണല്ല, ഇവിടെ വരുന്നതാണ് കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിൾ. അതിൻ്റെ പകുതിയല്ലേ മുകളിൽ കിടക്കുന്ന ആ 80. ഇനി സൈൻ 80 നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ 5 ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ 80. 80ൻ്റെ നേരെ ഒന്നാമത്തെ കോളം 0.9848 എന്ന് കിട്ടിയല്ലോ. ഇനി ഈ 2 ഗുണം 0.9848 കാണുക. അപ്പോൾ 5 ഈക്വൽ ടു r അതുപോലെ എഴുതി ഇൻറ്റു 2 ഗുണം 0.9848 എത്രയാന്ന് നോക്കുക. 8 ഗുണം 2 16, 4 ഗുണം 2 8 1 9, 8 ഗുണം 2 16, മിച്ചം 1, 9 ഗുണം 2 18 1 19, മിച്ചം 1, 0 ഗുണം 2 0 പ്ലസ് 1 അല്ലേ. അപ്പോൾ r ഇൻറ്റു 1.9696 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ആറാണ് നമുക്ക് വേണ്ടത്. ഈക്വൽ ടു ഈ 5 ഇവിടെയുണ്ട്. ഇവിടെ ഗുണിച്ചിരിക്കുന്ന ഈ നമ്പർ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹരണമായില്ലേ 1.9696. അപ്പോൾ 6 കിട്ടുകയല്ലേ. 5നെ ഇതുകൊണ്ട് ഹരിക്കണം. ഒരു ദശാംശ സംഖ്യയാണ് അല്ലേ. ഇനി നമുക്ക് ഇതിന് 2 അക്കമായിട്ട് എഴുതാം. ഇതെന്താണേലും അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ഏകദേശ വിലയാണ്. അപ്പം ഇതിനെ വേണേൽ റൗണ്ട് ചെയ്യാം. റൗണ്ട് ചെയ്യുമ്പം 2 അക്കം മതി. മൂന്നാമത്തെ അക്കം 5 5ൽ കൂടുതലോ ആണെങ്കിൽ ഇതിനെ ഒന്ന് കൂട്ടാം. അപ്പം 5/1.97 എന്ന് എഴുതാം. ഇനി ഇതിനെങ്ങനെ ഹരിക്കും? ദശാംശത്തിന് ശേഷം 2 അക്കമുണ്ട്. ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് അതിനെ കളയാൻ വേണ്ടി 100 കൊണ്ട് ഗുണിക്കുക. അപ്പം മുകളിലും 100 കൊണ്ട് ഗുണിക്കുക. സെയിം നമ്പർ കൊണ്ട് ഗുണിക്കാവുള്ളൂ. 5 ഗുണം 100 500/197 ചെയ്താൽ മതി. അപ്പം 500നെ 197 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര പ്രാവശ്യം വരും? 2 പ്രാവശ്യം വരും. 2 ഗുണം 7 14, 2 ഗുണം 9 18 1 19, 2 ഗുണം 1
പ്ലസ് 1. അപ്പോൾ ഇത് കുറച്ച് അപ്പോൾ എത്ര വന്നു? 6. പിന്നെ എത്ര വന്നു? 106 വന്നു. ഇനി ദശാംശം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ദശാംശം ഇട്ട് 0 കൊടുക്കാം. അപ്പോൾ ആ 0നെ ഇറക്കി എഴുതാം. 1060 1060 എത്ര 197 ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ 5 പ്രാവശ്യം. അപ്പോൾ 197 × 5. 7 5s are 35, remainder 3, 9 5s are 45, plus 3 48, remainder 4, 5 plus 4 9. അപ്പോൾ ഇത് കുറയ്ക്കുക. 75 എന്ന് കിട്ടി. ഇനി ഒരു 0 കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 750 എന്ന് വന്നു. 197 എത്ര പ്രാവശ്യം 750 ഉണ്ടെന്ന് നോക്കുക. 3 പ്രാവശ്യം. 7 3s are 21, remainder 2, 9 3s are 27, 29, 2, 3 plus 2, 5. സബ്ട്രാക്ട് ചെയ്യാം. 159 വന്നു. അപ്പം ഇത്രയും മതി. നമുക്ക് ഏകദേശ വിലയാണല്ലോ. അപ്പം 2.53 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആരം അഥവാ റേഡിയസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. വൃത്തത്തിൻ്റെ ഒരു ഭാഗമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഞാണിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ആ വൃത്തത്തിൻ്റെ ആരം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കണം. ഒരു പാർട്ട് ഓഫ് എ സർക്കിളാണ് തന്നിരിക്കുന്നത്. 140 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കിവിടെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. കാരണം 140 ഡിഗ്രി വന്നത് 90യുടെ എബവ് ആണ്. അപ്പോൾ സർക്കിളിൻ്റെ ബാക്കി പാർട്ട് കണ്ടുപിടിച്ചാലേ നമുക്ക് എളുപ്പമാകത്തുള്ളൂ. അപ്പോൾ അതൊന്ന് വരച്ച് നോക്കാം. ഇവിടെ ഞാൻ സർക്കിളിൻ്റെ ബാക്കി പാർട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ആംഗിൾ വരച്ച് ഒരു കോൺ വരച്ച് അതെന്താക്കണം? ഒരു ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആക്കണം. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എതിർ കോണുകളുടെ അളവുകളുടെ തുക 180 ആണ്. ഇവിടെ 140 വന്നപ്പോൾ ഇവിടെയോട്ട് എത്ര വന്നു? 40 വന്നു. ഇനിയിപ്പം ഈ താഴോട്ടുള്ള ഭാഗം മാത്രം നോക്കിയാൽ മതിയല്ല, മുകളിലോട്ടുള്ളത് നമുക്ക് ആവശ്യമില്ല. ഈ ഫോർമുല തന്നെ യൂസ് ചെയ്യാം. ഞാണിൻ്റെ നീളം അഥവാ ലെങ്ത് ഓഫ് ദി കോഡ് എന്ന് പറയുന്നത് 2r sin x/2 ആണ്. അപ്പോൾ 8 ആണ് നമ്മുടെ കോഡിൻ്റെ നീളം, ഞാണിൻ്റെ നീളം. 2r കണ്ടുപിടിക്കണം. sin x/2 x/2 എത്രയാണ്? 40 ആണ്. 2r × sin 40. sin 40ൻ്റെ നേരെ ഒന്നാമത്തെ കോളത്തിൽ 0.6428 എന്ന് കിടപ്പുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ r അതുപോലെ എഴുതുക. ഇൻറ്റു 2 × 0.6428 0.6428 ആദ്യം 2 കൊണ്ട് ഗുണിക്കാം. 8 × 2 16, 2 × 2 4 1 5, 4 × 2 8, 6 × 2 12, മിച്ചം 1, 0 × 2 0 + 1 അല്ലേ. അപ്പോൾ 1.2856 എന്ന് വന്നു. നമുക്ക് 6 മാത്രം മതിയല്ലോ, ആരം മാത്രം മതിയല്ലോ. അപ്പോൾ 8നെ ഇവിടെ ഗുണിച്ചിരിക്കുന്നതിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരണമാക്കും. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ അക്കം വരെ മതി. അപ്പോൾ മൂന്നാമത്തെ അക്കം 5ഓ 5ൽ കൂടുതലോ ആണെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഇപ്പുറത്ത് ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ 8 എന്നുള്ളത് എന്താകും? 9 ആകും അല്ലേ. ഇനി നമുക്ക് 6 എന്ന് പറയുന്നത് 8/1.29, രണ്ടക്കം ഉള്ളത് കൊണ്ട് 100 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. അപ്പോൾ 8 × 100 800നെ 129, 2 0ആണ്. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ട് മാറ്റണം. ഒരു സ്ഥാനം 2 സ്ഥാനം. അപ്പോൾ 129 എന്നായല്ലോ. ഇനി 800നെ 129 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആരം കിട്ടും. എത്ര 129 800-നകത്തുണ്ട് എന്ന് നോക്കുക. 6 പ്രാവശ്യം നോക്കിക്കേ. 9 × 6 54, മിച്ചം 5. 6 × 2 12, 5 17, മിച്ചം 1. 6 × 1 6 1 7. ഇനി നമുക്ക് കുറയ്ക്കാം. അപ്പോൾ 26 കിട്ടി. ഇനി ദശാംശം ഇട്ട് 0 വിട്ട് ഇവിടെയും ദശാംശം കൊടുക്കുക. എന്നിട്ട് ഈ 0നെ ഇറക്കി എഴുതുക. 260 എത്ര 129 ഉണ്ട്? 2 പ്രാവശ്യം നോക്കിക്കേ. 9 × 2 18, മിച്ചം 1. 2 × 2 4 1 5 2. അപ്പം മിച്ചം എത്ര വന്നു? 2 വന്നു. 0 ഇട്ട് കൊടുത്താൽ 20 എന്ന് വരും. അവിടെയും നമുക്ക് 20-നകത്ത് 129 എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 6.20 അല്ലെ, 6.2 എന്ന് മതി. 6.2 സെൻറ്റിമീറ്റർ ആണ് ആരം അഥവാ റേഡിയസ്. ഈക്വൽ ടു 6.2 സെൻറ്റിമീറ്റർ. ഇപ്പം ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ.